ഭൂതകാലത്തിന്റെ അവശിഷ്ടങ്ങൾ പേറുനിൽക്കുന്ന ആ പഴയ തറവാട്ടിലേക്ക് ശ്രീഹരി വീണ്ടും എത്തുമ്പോൾ അന്തരീക്ഷത്തിൽ പെയ്തു തോരാത്ത മഴയുടെ ഈർപ്പമുണ്ടായിരുന്നു. ചിറ്റേഴത്ത് മഠം നാട്ടുകാർ പകൽ വെളിച്ചത്തിൽ പോലും ഭയത്തോടെ മാത്രം നോക്കിയിരുന്ന ഒരിടം. ഒടുവിൽ അവിടെയൊരു കൊലപാതകം നടന്നിരിക്കുന്നു. മരിച്ചതോ ശ്രീഹരിയുടെ സ്വന്തം അമ്മാവൻ പത്മനാഭൻ തമ്പി. നാട്ടിലെ പ്രശസ്തനായ ഡിറ്റക്റ്റീവ് കൂടിയായ ശ്രീഹരിയെ പോലീസ് തന്നെയാണ് അങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. തറവാടിന്റെ പൂമുഖത്തിരിക്കുമ്പോൾ അവന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ചുറ്റും മരവിപ്പിക്കുന്ന ഒരു തണുപ്പ് പടരുന്നുണ്ടായിരുന്നു. ശ്രീഹരി, ഇവിടുത്തെ കാര്യങ്ങൾ അത്ര ശരിയല്ല. തമ്പിസാറിന്റെ മരണം വെറുമൊരു കൊലപാതകമല്ല, തറവാട്ടിലെ പഴയ കാര്യസ്ഥൻ ശങ്കരൻ നായർ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. അയാളുടെ കണ്ണുകളിൽ ഭയം നിഴലിച്ചിരുന്നു. എന്താ ശങ്കരൻ നായരെ അങ്ങനെ പറയാൻ കാരണം? ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരിക്കുകയല്ലേ? ശ്രീഹരി സിഗരറ്റിന് തീകൊളുത്തിക്കൊണ്ട് ചോദിച്ചു. ഈ മഠത്തിന് ഒരു ശാപമുണ്ട് മോനെ. 20 വർഷം മുൻപ് ഇവിടെയൊരു പെൺകുട്ടി മരിച്ചിരുന്നു. പത്മനാഭൻ തമ്പിയുടെ മകൾ മാലതി. അവൾ ആത്മഹത്യ ചെയ്തതാണെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ അതിനുശേഷം ഈ വീട്ടിൽ അർദ്ധരാത്രിയിൽ ചില ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. തമ്പിസാർ മരിച്ചു കിടന്നത് മാലതിയുടെ ആ പഴയ മുറിയിലാണ്. കഴുത്തിൽ ആരോ ഞെക്കിപ്പിടിച്ചതുപോലെയുള്ള പാടുകളുണ്ടായിരുന്നു. പക്ഷേ ആ മുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. ശങ്കരൻ നായരുടെ വാക്കുകൾ കേട്ട് ശ്രീഹരി ഒന്ന് പുഞ്ചിരിച്ചു. അവൻ പ്രേതങ്ങളിലും ശാപങ്ങളിലും വിശ്വസിക്കുന്നവനല്ല. എല്ലാ നിഗൂഢതകളും മനുഷ്യന്റെ ബുദ്ധിയുമായി ബന്ധപ്പെട്ടതാണെന്ന് ഉറച്ചു വിശ്വസിക്കാനായിരുന്നു അവനിഷ്ടം. രാത്രി 12 മണിയായപ്പോൾ ശ്രീഹരി മാലതിയുടെ മുറിയിലേക്ക് നടന്നു. പഴയ തടിയുടെ വാതിലുകൾ തുറന്നപ്പോൾ ഒരു ദീർഘനിശ്വാസം പോലെ തണുത്ത കാറ്റ് പുറത്തേക്ക് വന്നു. മുറിക്കുള്ളിൽ വല്ലാത്തൊരു സുഗന്ധം, പഴയ പിച്ചപ്പൂക്കളുടെ മണം. അവൻ തന്റെ ടോർച്ച് വെളിച്ചം മുറിയുടെ നാലുപാടും പായിച്ചു. ഭിത്തിയിൽ മാലതിയുടെ ഒരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. വിടർന്ന കണ്ണുകളുള്ള ഒരു സുന്ദരി പെൺകുട്ടി. പക്ഷേ ആ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ശ്രീഹരിക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നി. പെട്ടെന്നാണ് ആ ശബ്ദം കേട്ടത്. ഖരു ഖരു. മരക്കട്ടിലിന്റെ അടിയിൽ നിന്ന് എന്തോ ഒന്ന് ഉരസുന്ന ശബ്ദം. ശ്രീഹരി പെട്ടെന്ന് താഴേക്ക് നോക്കി. അവിടെ ഒരു പഴയ ഡയറി കിടപ്പുണ്ടായിരുന്നു. പൊടി പിടിച്ച ആ ഡയറി അവൻ കയ്യിലെടുത്തു. പേജുകൾ മറിച്ചു നോക്കിയപ്പോൾ അവന്റെ നെറ്റി ചുളിഞ്ഞു. അത് മാലതിയുടേതായിരുന്നില്ല, മറിച്ച് പത്മനാഭൻ തമ്പിയുടെ സ്വന്തം ഡയറിയായിരുന്നു. ഡയറിയിലെ വരികൾ: ഞാൻ ചെയ്ത പാപം എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. മാലതി, മോളെ, നീ എന്നോട് ക്ഷമിക്കില്ലേ? അന്ന് ആ സ്വത്തുക്കൾക്ക് വേണ്ടി നിന്റെ ശ്വാസം മുട്ടിച്ചപ്പോൾ ഞാൻ അറിഞ്ഞില്ല ഈ തറവാട് എന്റെ കല്ലറയാകുമെന്ന്. അവൾ വരുന്നുണ്ട്. ആ മണമുള്ള കാറ്റായി അവൾ വരുന്നുണ്ട്. ശ്രീഹരി ഞെട്ടിപ്പോയി. സ്വന്തം മകളെ കൊന്നത് പത്മനാഭൻ തമ്പി തന്നെയായിരുന്നു. അപ്പോൾ നാട്ടുകാർ പറയുന്ന ആ പ്രതികാരകഥ സത്യമാണോ? മാലതിയുടെ ആത്മാവ് തിരിച്ചു വന്നതാണോ? പെട്ടെന്ന് മുറിയിലെ ജനലുകൾ തനിയെ അടഞ്ഞു. അന്തരീക്ഷത്തിലെ തണുപ്പ് അസഹനീയമായി വർദ്ധിച്ചു. ടോർച്ചിന്റെ വെളിച്ചം കെട്ടുപോയി. ഇരുട്ടിൽ ആ പഴയ പിച്ചപ്പൂക്കളുടെ മണം കൂടുതൽ ശക്തമായി. ആരാ അവിടെ? ശ്രീഹരി ഇരുട്ടിലേക്ക് നോക്കി ഉറക്കെ ചോദിച്ചു. അവന്റെ ശബ്ദത്തിൽ ആദ്യമായി ഭയം നിഴലിച്ചു. മറുപടിയായി ഒരു നേർത്ത ചിരിയാണ് കേട്ടത്. ഒരു സ്ത്രീയുടെ ചിരി. ഭിത്തിയിലെ ഫോട്ടോയിലേക്ക് നോക്കിയ ശ്രീഹരി ശരിക്കും മരവിച്ചുപോയി. ആ ഫോട്ടോയിലെ മാലതിയുടെ കണ്ണുകളിൽ നിന്ന് ചോര ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അതേസമയം അവന്റെ പുറകിൽ ആരോ ശ്വാസം വിടുന്നതുപോലെ തോന്നി. തിരിഞ്ഞു നോക്കിയ അവൻ കണ്ടത് വികൃതമായ മുഖമുള്ള, കഴുത്തിൽ കയറുരുണ്ടുകൂടിയ ഒരു രൂപത്തെയാണ്. അത് മാലതിയായിരുന്നു. അവൾ കൈകൾ നീട്ടി ശ്രീഹരിയുടെ കഴുത്തിന് നേരെ അടുത്തു. ഇല്ല, ഇത് തോന്നലാണ്, ശ്രീഹരി സ്വയം പറഞ്ഞുകൊണ്ട് പിന്നോട്ട് മാറി. പക്ഷേ അവളുടെ തണുത്ത കൈകൾ അവന്റെ കഴുത്തിൽ മുറുകാൻ തുടങ്ങിയപ്പോൾ അത് വെറുമൊരു തോന്നലല്ലെന്ന് അവൻ മനസ്സിലാക്കി. ശ്വാസം കിട്ടാതെ അവൻ പിടഞ്ഞു. പെട്ടെന്നാണ് അവന്റെ പോക്കറ്റിലിരുന്ന ലൈറ്റർ തറയിൽ വീണത്. അത് കത്തിയമർന്ന വെളിച്ചത്തിൽ മാലതിയുടെ ആ രൂപത്തിന് പിന്നിൽ മറ്റൊരു നിഴൽ കൂടി അവൻ കണ്ടു. ആ നിഴലിന്റെ കയ്യിൽ ഒരു കയറുണ്ടായിരുന്നു. ഒരു നിമിഷം കൊണ്ട് ശ്രീഹരിയുടെ ഡിറ്റക്റ്റീവ് ബുദ്ധി ഉണർന്നു. ഭയത്തെ മറികടന്നുകൊണ്ട് അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ കത്തി ആ രൂപത്തിന് നേരെ വീശി. അത് മനുഷ്യ ശരീരത്തിലാണ് കൊണ്ടത്. ആ രൂപം നിലവിളിച്ചുകൊണ്ട് പിന്നോട്ട് മാറി. ശ്രീഹരി പെട്ടെന്ന് മൊബൈൽ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തു. വെളിച്ചം വീണപ്പോൾ തറയിൽ ചോരയൊലിപ്പിച്ചു കിടക്കുന്നത് മറ്റാരുമല്ല, കാര്യസ്ഥൻ ശങ്കരൻ നായരായിരുന്നു. അയാളുടെ കയ്യിൽ ഒരു പ്രേതത്തിന്റെ മുഖംമൂടിയും കഴുത്തിൽ മുറുക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം കമ്പിയുമുണ്ടായിരുന്നു. മുറിയിൽ പിച്ചപ്പൂക്കളുടെ പെർഫ്യൂം അടിച്ചു പരത്തിയതും അയാൾ തന്നെ.
ശങ്കരൻ നായർ. അപ്പോൾ അമ്മാവനെ കൊന്നത് നീ ക്ലിയറാണല്ലേ? ശ്രീഹരി ചോദിച്ചു. ശങ്കരൻ നായർ വേദനയോടെ ചിരിച്ചു. അതെ, ഞാനാണ് തമ്പിയെ കൊന്നത്. ഈ മാലതിയുടെ ശാപം എന്ന കഥ ഞാൻ ഉണ്ടാക്കിയതാണ്. 20 വർഷം മുൻപ് തമ്പി സാർ മാലതിമോളെ കൊല്ലുന്നത് ഞാൻ കണ്ടിരുന്നു. അതുവെച്ച് ഞാൻ വർഷങ്ങളോളം പണം തട്ടി. ഒടുവിൽ അയാൾ എനിക്ക് പണം തരാൻ വിസമ്മതിച്ചു. മാത്രമല്ല, എന്നെ കൊല്ലാനും നോക്കി. അതുകൊണ്ട് ഈ പഴയ മുറിയിലേക്ക് അയാളെ സൂത്രത്തിൽ വിളിച്ചുവരുത്തി ഞാൻ കൊന്നു. അകത്തുനിന്ന് പൂട്ടിയ വാതിലിന്റെ താക്കോൽ ഈ ജനലിന്റെ വിടവിലൂടെ പുറത്തേക്ക് മാറ്റാൻ എനിക്ക് എളുപ്പമായിരുന്നു. അയാൾ തുടർന്നു. പക്ഷേ നീ ഇത് കണ്ടുപിടിക്കുമെന്ന് ഞാൻ കരുതിയില്ല ശ്രീഹരി. നിന്നെക്കൂടി മാലതിയുടെ പ്രേതം കൊന്നു എന്ന് വരുത്തി തീർക്കാനാണ് ഞാൻ നോക്കിയത്. ശങ്കരൻ നായർ എഴുന്നേറ്റ് ഓടാൻ ശ്രമിച്ചെങ്കിലും പുറത്ത് കാത്തുനിന്ന പോലീസ് സംഘം അയാളെ വളഞ്ഞുകഴിഞ്ഞിരുന്നു. ശ്രീഹരി നേരത്തെ തന്നെ പോലീസിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ശങ്കരൻ നായരെയും കൊണ്ട് പോലീസ് ജീപ്പ് അകന്നു പോകുമ്പോൾ ശ്രീഹരി ഒരു ആശ്വാസത്തോടെ മഠത്തിന്റെ പൂമുഖത്തേക്ക് നടന്നു. മനുഷ്യന്റെ ദുരൂഹതയും ക്രൂരതയും പ്രേതങ്ങളെക്കാൾ ഭയങ്കരമാണെന്ന് അവൻ ചിന്തിച്ചു. പൂമുഖത്തെ കസേരയിലിരുന്ന് അവൻ വീണ്ടും ഒരു സിഗരറ്റിന് തീ കൊളുത്തി. വണ്ടി ദൂരെ പോയതോടെ ആ തറവാട് വീണ്ടും നിശബ്ദതയിലാണ്ടു. പെട്ടെന്നാണ് കാറ്റിൽ വീണ്ടും ഒരു പിച്ചപ്പൂക്കളുടെ മണം പടർന്നത്. ഇത്തവണ ശങ്കരൻ നായർ അവിടെ ഉണ്ടായിരുന്നില്ല. പെർഫ്യൂമിന്റെ കുപ്പിയൊക്കെ പോലീസ് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ശ്രീഹരി തിരിഞ്ഞുനോക്കി. മാലതിയുടെ അടച്ചിട്ട ആ പഴയ മുറിയുടെ ജനലുകൾ പതുക്കെ തുറക്കപ്പെട്ടു. ഉള്ളിലെ ഇരുട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ നേർത്ത കൈകൾ ജനലഴികളിൽ മുറുകുന്നത് അവൻ വ്യക്തമായി കണ്ടു. ഒരു നന്ദിസൂചകമെന്നോണം അവൾ അവനെ നോക്കി പതുക്കെ പുഞ്ചിരിച്ചു. അന്തരീക്ഷത്തിൽ ഒരു മന്ത്രണം പോലെ ആ ശബ്ദം ഒഴുകി നടന്നു. ശ്രീഹരിയുടെ ചുണ്ടിലെ സിഗരറ്റ് താഴേക്ക് വീണു. പ്രകൃതി നിയമങ്ങൾക്കപ്പുറം ചിലത് ഇനിയും അവശേഷിക്കുന്നുണ്ടെന്ന തിരിച്ചറിവോടെ ഭയത്തിന്റെ ഒരു തണുത്ത മിന്നൽ അവന്റെ നട്ടെല്ലിലൂടെ പാഞ്ഞുപോയി. ഭയാനകമായ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ചിറ്റേഴത്ത് മഠത്തിന് മുകളിലൂടെ ഒരു മൂങ്ങ ദീനമായി കരഞ്ഞു പറന്നുപോയി.